നമ്മളെ പള്ളിയിലത്തെ നോമ്പ് തുറൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട് വാങ്ങാൻ പോയിട്ടുണ്ടായി. ഫ്രൂട്ട് കട്ടിംഗ് മാസ്റ്റർ അച്ചപ്പൂ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്ലേറ്റ് ഗ്ലാസ്സിലൊക്കെ പോകാനുള്ള 1-2 പൈപ്പിൻ്റെ ആവശ്യമുണ്ടായി. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് സബാദും ഖാദറും കാര്യങ്ങളുണ്ട്. പുള്ളന്മാരിലുണ്ടോണ്ട് പ്ലേറ്റ് ഗ്ലാസ്സെല്ലാം കവുന്നത് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നില്ല. നമ്മൾ ഖാദറിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ നോമ്പ് തുറൻ്റെ ഫുള്ള് സെറ്റപ്പും. അങ്ങനെ അച്ചപ്പോൾ ഫ്രൂട്ട് കട്ടിങ് ആക്കാൻ തുടങ്ങി. ഒരു 3 തരം ഫ്രൂട്ട്സ്, ഈത്തപ്പായം, സമൂസ, പത്തല്, അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു നിര തന്നെ ഉണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ. ചോറ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നോക്കാൻ കുറേ ആൾക്കാരും അവിടെ ഉണ്ടായി. നോമ്പായതുകൊണ്ട് സമയം പോവല്ലോ. കൽക്കാനോ സാർ ഇച്ചു എന്ന് പറഞ്ഞിട്ട് ചെറുപ്പുളി സർവത്ത് ഇച്ചുൻ്റെ കൊടുത്തിട്ടുണ്ടായി. നോമ്പിൻ്റെ ഈ ഒരു പൊലിസ് അതൊരു ബറന്നവാ. ഏകദേശം പുള്ളൊരു വലിയ ആളല്ലായിട്ട് ഒരു 80 പേര് എപ്പോൾ ഉണ്ടാകും നോമ്പ് തുറക്കാൻ. അങ്ങനെ ഇനിയും കുറച്ച് നേരം ഉണ്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. തണുക്കാനുള്ള ഐസിൻ്റെ കട്ട അപ്പുറത്തെ വരുന്ന മേങ്ങിക്കൊണ്ട് വരും. അങ്ങനെ പ്ലേറ്റ് ഗ്ലാസ്സെല്ലാം സെറ്റാക്കിയിട്ട് പുള്ളന്മാരെ സെറ്റിങ് തുടങ്ങിയവിടെ. ഈ നോമ്പ് തുറന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം ഓരോ ദിവസം ഓരോരാൾ സ്പോൺസർ ചെയ്യുന്നതാണ്. എല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് നടക്കാറ്. ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഏകദേശം ഒരു ദിവസം 2000 രൂപ ചിലവാണ്. അങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള സമയം അടുത്തോണ്ട് വന്ന് നോമ്പിന് മെയിൻ സമൂസ ഉണ്ടാവുക, അതില്ലാന്ന് വിചാരിച്ചോണ്ട് നോമ്പ് തുറക്ക് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഒക്കെ പഠിച്ചോന് നല്ലത് വരുത്തിട്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നത്. ബാക്കി വീഡിയോ നാളെ.